ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ സ്ലൈസ് ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം സ്ലൈസ് ഇപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ടൈപ്പ് ചെയ്തിട്ട് കുറച്ച് കാലം മുമ്പേ അവരുടെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സ്ലൈസിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ആക്ച്വലി എടുക്കാൻ നോക്കിയതായിരുന്നു, പക്ഷേ ഇവരുടെ എന്താ പറയുക, ഇവരുടെ വെരിഫിക്കേഷൻ്റെ സൈഡിൽ, അതായത് നമ്മുടെ KYC വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, പക്ഷേ ആ പേജിലേക്ക് പോകുന്നില്ല. ആ ഇതുകൊണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. ഡിജി ലോക്കറിൻ്റെ ആ പേജിൽ വെച്ച് സ്റ്റക്കായി നിൽക്കുകയാണ് കുറേ കാലമായിട്ട്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പോകുന്നില്ല. ഞാൻ ഒരു കംപ്ലയിൻറ്റ് കാലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല ഓൺലൈൻ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ. എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം തന്നെ. പ്രത്യേകിച്ച് സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഡിജിറ്റലി നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാവുന്നൊരു, പ്രത്യേകിച്ച് ഇത് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ നിങ്ങൾ FD കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കിട്ടും കേട്ടോ. ഭയങ്കര ഹൈ എമൗണ്ട് FD ഇടാൻ ഞാൻ പറയില്ല, എന്നുവെച്ചാൽ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു ഷോർട്ട് ടേമിനൊക്കെ അത്യാവശ്യം ഇടാവുന്നൊരു ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. RBI അണ്ടറിൽ വരുന്ന ബാങ്ക് തന്നെയാണ്. അല്ലാണ്ട് ഇത് ആക്ച്വലി സ്ലൈസ് എന്ന് പറഞ്ഞ സാധനം നോർത്ത് ഈസ്റ്റ് ബാങ്കിനെ എടുത്തതായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഒരു പുതിയ സ്ലൈസ് UPI ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ UPI ക്രെഡിറ്റ് കാർഡ് ഇവർ ആക്ച്വലി കൊടുക്കുന്നത് നമ്മുടെ സ്ലൈസ് അക്കൗണ്ട് ഉള്ളവർക്കാണ്. മെയിനായിട്ട് ഇവിടെ കൊടുക്കുന്നത് സ്ലൈസ് അക്കൗണ്ട് ഉള്ളവർക്കാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വരിക. ഇൻവിറ്റേഷൻ ബേസ്ഡ് കാർഡാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ചാടിക്കറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എല്ലാ എന്താ പറയുക, പ്രത്യേകിച്ച് UPI ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷന് നമുക്ക് 3% വരെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഇവരൊരു UPI എന്താ പറയുക പവേർഡ് ബാങ്ക് ബ്രാഞ്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അവർ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ 3% ക്യാഷ് ബാക്ക് ഓൺ ഓൾ സ്പെൻഡാണ് വരുന്നത്. അതുപോലെ തന്നെ EMI ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ പറയുക ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. ഫിസിക്കൽ കാർഡ് ഉണ്ടോയെന്ന് ഒരു മെൻഷൻ കാര്യങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ. നോർമലി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു UPI കാർഡ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, വെർച്വൽ ഡിജിറ്റൽ കാർഡ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത 3% ക്യാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാഷ് ബാക്ക് നമുക്ക് ഈ സാധനം തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം സ്ലൈസിൻ്റെ ആപ്പ് തന്നെയാണ് ഇതിൻ്റെ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ലോണിൻ്റെയും ഒക്കെ ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ ഇതാണ് അവരുടെ ആപ്പ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ വേറെ ആപ്പൊന്നും ഇല്ല. നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നുണ്ടായിരിക്കും ഇവിടെ സ്ലൈസ് എന്ന് പറഞ്ഞ ആപ്പിൽ തന്നെ അവർ കാണുന്നുണ്ട്. സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നാക്കി പേര് പോകുന്നുണ്ട്. അപ്പോൾ ആ സെയിം ആപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ച് കാലമായിട്ട് ഇപ്പോഴും ആ ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അവരുടെ ഓൺലൈൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് എടുക്കാനും പറ്റുന്നില്ല. എന്താ വെച്ചാൽ അവർ UPI ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവർ കൊടുക്കാൻ പോകുന്ന മെയിനായിട്ട് ഇൻവിറ്റേഷൻ ഓൺലിയാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി അവരുടെ കസ്റ്റമർ ആയിരിക്കണം, അതായത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം. പക്ഷേ അത് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആരൊക്കെ സ്ലൈസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണ് എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്. ക്വാളിഫൈഡ് ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് കൊടുക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത് കാണാം.